ഇന്ന് എല്ലാവരും ലോണുകൾക്ക് പിന്നാലെയാണ്. EMI അടയ്ക്കാനുള്ള ഒരു തിരക്കിലാണ്. മാസത്തിൽ ശമ്പളം വരുന്നു, അത് EMI അടച്ചുകൊണ്ട് തീരുന്നു. വീണ്ടും അടുത്ത ശമ്പളത്തിനായി കാത്തിരിക്കുന്നു. ഈ അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സ്റ്റാറ്റിക്കൽ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന സാധാരണക്കാരുടെ നാടായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ കേരളം. അതുപോലെ തന്നെ 3 ലോൺ കൊടുക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ഗോൾഡ് ലോൺ എടുത്തിട്ടുള്ളതും നമ്മുടെ കേരളം തന്നെയാണ്. ഇവരുടെ കണക്ക് പ്രകാരം 340 ടൺ സ്വർണ്ണമാണ് കേരളത്തിൻ്റെ മാത്രം സാധാരണക്കാർ ലോൺ വെച്ച് എടുത്തിട്ടുള്ളത്. ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, റിസർവ് ബാങ്കിൻ്റെ കരുതൽ നിക്ഷേപമായ ഗോൾഡിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ വെറും 880 ടൺ മാത്രമാണ് കരുതൽ നിക്ഷേപമായിട്ടുള്ളത്. എന്നാൽ നമ്മുടെ കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഈ കഴിഞ്ഞ മാർച്ച് വരെയുള്ള 2025 മാർച്ച് വരെയുള്ള കണക്ക് പ്രകാരം വെച്ച് നോക്കുകയാണെങ്കിൽ 440 ടണ്ണാണ് ലോൺ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം നമ്മളെല്ലാവരും ലോൺ അടച്ചുകൊണ്ട് ഇൻട്രസ്റ്റ് കൊടുത്ത് ജീവിക്കുക എന്നുള്ളതാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? എങ്ങനെ നമുക്കിലൊരു മാറ്റം വരുത്താം? നമ്മുടെ ജീവിത ശൈലി തന്നെയാണ് ഇതിൻ്റെയൊക്കെ പ്രധാന ഒരു കാരണം. അതിൽ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കൂടുതൽ ഉപകാരപ്രദമായ രീതിയിൽ നിങ്ങളുടെ മുന്നിലെത്തും.